പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ? പണ്ട് കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഓരോ പരിഷ്കാരങ്ങളാണ് ഇതൊക്കെ. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഓരോന്നങ്ങ് കാട്ടിക്കൂട്ടുക. നിനക്ക് നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കാര്യങ്ങളാണ്. യെസ്, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇതായിരിക്കും കൂടുതൽ പേര് സംസാരിക്കുന്നത് അല്ലേ. കാരണം ഇത് അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയില്ല, ഇത് അവരുടെ അറിവില്ലായ്മയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പണ്ടുള്ള കാലത്തും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞാൽ ഒരു സ്ത്രീ പോലും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലർക്ക് മിനിമലായിട്ടായിരിക്കാം, ചിലർക്ക് എക്സ്ട്രീം ലെവലിലായിരിക്കും പോകുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, വെറുതെ ഇരുന്ന് കരയുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, ഇറിറ്റേറ്റഡ് ആവുക. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ, അമ്മയുടെ പൊട്ടി അങ്ങ് ഇറക്കുക. ചെറിയ കാര്യങ്ങൾക്ക് മതിയായിരിക്കും, നീ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മതിയായിരിക്കും. എനിക്ക് അപ്പോൾ ഫുഡ് വേണ്ടായിരിക്കും. പക്ഷെ അത് പറയേണ്ട രീതിയിലല്ലായിരിക്കും ഞാൻ പറയുന്നത്. എനിക്കത് നല്ല പൊട്ടിത്തെറിച്ചെന്ന് സംസാരിക്കും. എൻ്റെ അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടല്ല ക്ഷമിക്കുന്നത്, അതെൻ്റെ അമ്മയായതുകൊണ്ട് ആ അമ്മ അങ്ങ് ക്ഷമിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ വന്നതോടുകൂടി ഇത് കുറച്ചുകൂടെ പബ്ലിക്കായി. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തി. സോ അതുകൊണ്ട് ഇപ്പം കുറേ പേർക്ക് ആ ഒരു പേരിൽ, ഇപ്പോൾ ഹസ്ബൻഡ്സ് ഒക്കെ ആണെങ്കിലും അങ്ങനെയാണ് കൂടെ നിൽക്കുന്നത് എല്ലാവരുടെയും കൂടെ. പണ്ടുള്ള കാലത്ത് ഇത് നെയിമിംഗ് സെറമണി നടത്തിയിട്ടുണ്ടായിരുന്നില്ല പോസ്റ്റ്മോർട്ടം എന്നുള്ളത്. പക്ഷേ ആ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പണ്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല, അന്നത്തെ സിറ്റുവേഷൻ. അന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം അവർ കടന്നുപോയത്. അവരിത് പക്ഷേ അറിയാതെ പോയതായിരിക്കാം. ഓക്കെ, ഈ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഉണ്ടാകാം. പക്ഷേ അമ്മയുടെ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹെൽത്ത് കണ്ടീഷൻസോ അല്ലെങ്കിൽ ബോഡിയിലെ ചേഞ്ചസോ മാത്രമല്ല, അത്രയും നാൾ അവൾ എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് അതിലേക്കൊരു ഫുൾ സ്റ്റോപ്പാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് സ്ട്രഗ്ലിങ് ആവശ്യമാണ് ഗൈസ്. പെട്ടെന്നൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, എന്താണ് വോട്ട് ടു നെക്സ്റ്റ് എന്നുള്ളതായിരിക്കും ഗൈസ്. അവിടെ നിന്നാണ് അവൾ ആ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന് കൂടെ നിൽക്കേണ്ടത് ഫാമിലിയും ഹസ്ബൻഡും കൂടെയാണ്. ഡിയർ ഹസ്ബൻഡ്സ്, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. നമ്മൾ ഈ ഡെലിവറി ടൈമിൽ നമ്മൾ വൈഫിനെ ഇത് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. ആഫ്റ്റർ ഡെലിവറി നിങ്ങൾ ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കുക. കാരണം പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ചേഞ്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു അറ്റൻഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതായിരിക്കാം ഏറ്റവും കൂടുതൽ അവളെ എഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതോ കുഞ്ഞിന് ഉറക്കമില്ലായ്മയോ കുഞ്ഞിനെ നോക്കുന്നതോ ഒന്നും ആയിരിക്കില്ല. ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഇത് പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കാം ഏറ്റവും കൂടുതൽ അവളെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, നീ ഓക്കെ അല്ലേ എന്ന്. എല്ലാവരും ചോദിക്കും, കുഞ്ഞ് ഓക്കെ അല്ലേ, കുഞ്ഞ് ഉറങ്ങിയോ എന്ന്. മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ആ അമ്മ ഉറങ്ങിയോ, നീ ഓക്കെ അല്ലേ എന്ന്. ജസ്റ്റ് ആ ഒരു വേർഡ്സ് മാത്രം മതി അവൾക്ക് ഫുൾ അവളുടെ ഡിപ്രഷൻ അവളല്ല, അവളുടെ എന്തും അവൾക്ക് ഓക്കെ ആവാനായിട്ട്. സോ ഇപ്പം തന്നെ ടെക്സ്റ്റ് ചെയ്യുക, മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.